ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അധികം എരിവ് ഇടുന്നില്ല. എന്താ വെച്ചാൽ കുട്ടികൾക്ക് തിന്നേണ്ടതും കൊണ്ട് എരിവ് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പിന്നെ തക്കാളി. ഇനി ആ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം പിന്നെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒരു കട്ട് ചെയ്ത് അങ്ങോട്ട് മാറിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നവർ നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ കൂടെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേൻ്റെ ബിരിയാണി മസാല ഇട്ട് എടുത്തേക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയിട്ടുള്ള ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ ആ മസാലയ്ക്ക് നല്ല ചിക്കനിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുന്തിരി ഏകദേശം ഫ്രൈ ആയി വന്നിട്ട് കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്ക് നേരത്തെ കനം കുറച്ച് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മളിവിടെ അരി അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ചോറ് തയ്യാറാക്കാം. അപ്പോൾ ചെറിയൊരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൂടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവിയും കൂടെ ഇട്ട് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദമ്മിടുകയാണ്. ഒരു തട്ടിക്കൂട്ട് ദമ്മാട്ടോ. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി ഇതിലേക്ക് മല്ലിയിലയും പിന്നെ നേരത്തെ വറുത്ത ചണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിനി അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.